ഇന്ന് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ ഡോക്ടർ ഹരിപ്രസാദ് 2020 നീറ്റ് കഴിഞ്ഞ് AFMC ക്രാക്ക് ചെയ്ത് അവിടെ MBBS ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. ഹരിപ്രസാദ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. ഹരിയുടെ ജ്യേഷ്ഠൻ വിഷ്ണുപ്രസാദും യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ പഠിക്കുകയും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പൂർത്തിയാക്കി ഇപ്പോൾ PG കോച്ചിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നു. രണ്ടാളും നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. ഇന്ന് ഹരി പാസിംഗ് ഔട്ട് പരേഡിൻ്റെ ഒരാഴ്ച ഗ്യാപ്പിൽ നാട്ടിലെത്തിയതാണ്. അടുത്ത ആഴ്ച POP എന്നറിയപ്പെടുന്ന പാസിംഗ് ഔട്ട് പരേഡും അതിനുശേഷമാണ് ഷോൾഡറിൽ ലെഫ്റ്റ് ഹാൻഡ് സ്റ്റാർ വരും, 2 സ്റ്റാർ വരും. അപ്പോൾ MBBS പൂർത്തിയാകുന്നതോടുകൂടി AFMC പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ ആർമി ഓഫീസറും കൂടി ആകുന്ന ഒരു രീതിയാണ് കാണപ്പെടുന്നത്. ലെഫ്റ്റ് ഹാൻഡാണ് ഫസ്റ്റ് റാങ്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഹരി ഇന്ന് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ എൻ്റെ കൂടെ MP കൂടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഹരി എന്ത് പറയുന്നത്, ഹാപ്പിയാണോ? എന്നാണ് ഇപ്പോൾ പാസിംഗ് ഔട്ട് പരേഡ്? എനിക്ക് ഏപ്രിൽ ലാസ്റ്റിലേക്ക് വരുന്നുണ്ടാവുക. കറക്റ്റ് ഡേറ്റ് ഇപ്പോഴും ഫിക്സ് ആയിട്ടില്ല. ആരായിരിക്കും നിങ്ങളെ ഗസ്റ്റ്? ഞങ്ങളുടെ ഈ ആർമി മെഡിക്കൽ കോറിൻ്റെ ഹെഡായിട്ടുള്ള DG മിക്കവാറും വരിക. DG ഡയറക്ടർ ജനറൽ ആയിരിക്കും വരിക. ഭയങ്കര അടിപൊളി പരിപാടി ആയിരിക്കുമല്ലോ അല്ലേ? ഫാമിലിയൊക്കെ വരും. ഈ പാസിംഗ് ഔട്ട് പരേഡിന് വേണ്ടിയിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയോ? കൈ കാലൊക്കെ ഉഷാറാക്കിയോ? ഡ്രില്ല് നിങ്ങൾ ട്രെയിൻഡ് ആയോ? നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നു കുറച്ച്, നമുക്ക് PT പരേഡൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചെന്നിട്ട് ഒരു മാസം കംപ്ലീറ്റ് അതാവും. രാവിലെ PT, വൈകുന്നേരം മീൻസ് ത്രൂ ഔട്ട് ഡേ പരേഡ് ആവും. യെസ്, പാസിംഗ് ഔട്ട് പരേഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ അതിൽ ഡിഫറെൻ്റ് തന്നെയാണ്. ആ പാസിംഗ് ഔട്ട് പരേഡിൽ ആ മാർച്ചിങ്, അതേപോലെ തന്നെ തിരിച്ചിൽ, അതേപോലെ അത് വളരെ കറക്റ്റായിരിക്കണം. അതർവൈസ് പ്രത്യേകിച്ച് DG ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അതിന് പുറകോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് ഈ പരീക്ഷ കഴിഞ്ഞിട്ട് അതിൽ ട്രെയിനിങ് കിട്ടിയിട്ടില്ല അല്ലേ? നിർബന്ധമായിട്ട് ഒരു മാസം നല്ല എന്താ പറയുക, അടിപൊളിയായിട്ട് കാല ഗ്രൗണ്ട് മേം പരേഡോ ജായേഗ. AFMCയിലേക്കുള്ള ഈ ഒരു ജേർണി എങ്ങനെയാണ് ആക്ച്വലി? അതായത് നീറ്റ് എക്സാം തന്നെയാണ് ആ സമയത്ത് എഴുതിയത്, അതോ AFMCയുടെ സെപ്പറേറ്റ് എക്സാം ഉണ്ടായിരുന്നു? ഇല്ല, നീറ്റ് തന്നെയായിരുന്നു എഴുതിയത്. പക്ഷേ സാധാ മെഡിക്കൽ കോളേജിലേക്കുള്ള അഡ്മിഷൻ പോലെ അല്ലല്ലോ നമ്മളുടെ മറ്റേ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ, ഓൾ ഇന്ത്യ കോട്ട അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു പേജിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു AFMCക്ക് അപ്ലൈ ചെയ്യണം. ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മൾ ആ സമയത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെയാ സംഭവിക്കുക? നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ആ എത്ര പേര് അപ്ലൈ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് അവർക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് അവർ ആ ഒരു കട്ട് ഓഫ് ഡിറ്റർമിൻ ചെയ്യും. ഇപ്പോൾ ഇത്ര അവർ ഓരോ കൊല്ലം ഇത്ര ആൾക്കാരെ എന്ന് വെച്ചിട്ടാണ് വിളിക്കുക. അപ്പോൾ ഞങ്ങളുടെ ടൈമിൽ 2000-3000 വരെ അതുവരെ. അപ്പോൾ ഞങ്ങളുടെ ടൈമിൽ കട്ട് ഓഫ് വന്നത് 618 മാർക്സ് ആയിരുന്നു ബോയ്സിൽ, 637 ഗേൾസിന്. അപ്പോൾ അത് വെച്ചിട്ട് അത്രയും കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത ആൾക്കാരെ അവർ വിളിപ്പിച്ചു. ഒരു 4-5 ദിവസം എന്നുള്ള മാതിരി ഓരോ ഷെഡ്യൂളിൽ ഇൻ്റർവ്യൂസ് ഉണ്ടാവും. ഞങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്നത് 2 ദിവസത്തെ പരിപാടി ഉണ്ടാകും. ഫസ്റ്റ് ഡേയിൽ ഫുൾ ഇന്റർവ്യൂ എന്ന് പറയുന്നത് 2 days ആണ്. അല്ല, മീൻസ് ത്രൂ എല്ലാ പരിപാടിയും കൂടി 2 ദിവസം. റിട്ടൺ ടെസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. മെഡിക്കൽ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല, ഇന്റർവ്യൂ എന്ന് പറയുന്ന പ്രൊസീജിയർ തന്നെയാണോ ആക്ച്വലി? ഇത് മൊത്തം 2 ദിവസമായിട്ടാണ് നമ്മൾ വിളിപ്പിക്കുക. അപ്പോൾ ഫസ്റ്റ് ദിവസം ഇന്റർവ്യൂ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മളെ ഈ എന്താ പറയുക ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കലും, പിന്നെ ഒരു ഇതുണ്ട് സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. പിന്നെ സെക്കൻഡ് ഡേയിൽ കംപ്ലീറ്റ് ഫുള്ള് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. അതിൽ എല്ലാ ചെക്കപ്പ് ചെയ്യും. ഇപ്പോൾ ഹെഡ് ടു എല്ലാ സംഭവങ്ങളും ചെക്ക് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് തന്നെ ഇപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് കഴിയുമ്പോൾ നമുക്ക് അന്ന് തന്നെ മനസ്സിലാവും നമ്മൾ മെഡിക്കലി ഫിറ്റാണോ അൺഫിറ്റാണോ. അപ്പോൾ അൺഫിറ്റ് ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ അപ്പീൽ കൊടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടി ചെല്ലാം. പക്ഷേ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് കിട്ടുപോയിട്ടില്ലെന്ന്. മെഡിക്കലി ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ അവരുടെ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സ്കോറും നീറ്റിൻ്റെ സ്കോറും പിന്നെ അവിടുത്തെ സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അതൊക്കെ കൂടെ കൺസിഡർ ചെയ്തിട്ട് അത് ഒരു കമ്പൈൻ ചെയ്തിട്ട് അവർ പിന്നെ ലിസ്റ്റ് ഇറക്കും. റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കും. ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് അതിൽ 115 പേരുടെ ഒരു ആദ്യത്തെ ലിസ്റ്റ് വരും ബോയ്സ്, 30 പേരുടെ ഗേൾസും, 145. പിന്നെ അതിൻ്റെ ഒരു ബാക്കപ്പ് ആയിട്ട് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിട്ട് കുറച്ച് പേരെ വെക്കും. കാര്യം എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്യും. അപ്പോൾ ഇതിലിപ്പോൾ ആദ്യത്തെ 115 പേരിൽ എത്ര പേര് വരില്ല എന്നുണ്ടോ അവരെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യും. ടോട്ടൽ 145 ആണ് സ്ട്രെങ്ത്. പിന്നെ 5 പേര് ഫോറിൻ നാഷണൽസ്. ഞങ്ങളുടെ ബാച്ചിൽ 5 പേര് നേപ്പാളീസ് ആയിരുന്നു. അപ്പോൾ 4 ബോയ്സും 1 പെൺകുട്ടി. പിന്നെ ഞങ്ങൾ സീനിയറിലും ജൂനിയറിലും ഭൂട്ടാനെന്നും പിന്നെ
ബാലി, അവിടെ കുറേ സ്ഥലത്തുണ്ട്. നെയ്ബറിംഗ് കൺട്രീസ് ഉണ്ടാവും. ഈവൻ BMI പോലും ഭയങ്കര പ്രധാനമാണ്, ബോഡി മാസ് ഇൻഡെക്സ്. അപ്പോൾ മെഡിക്കലി ഫിറ്റായെങ്കിൽ മാത്രമേ AFMC കിട്ടുള്ളൂ. പഠിച്ച് നല്ല റാങ്ക് വാങ്ങണം, മെഡിക്കലി ഫിറ്റായിരിക്കണം, പിന്നെ അതിനോടൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. അതായത് ആർമിയാണ് എല്ലാം, ആ ഒരു ഡിസിപ്ലിൻ, ഫുൾ ഡിസിപ്ലിനായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കണം. എന്താണ് ഹരി, ആ ഡിസിപ്ലിനോടൊക്കെ ഹരിയുടെ ഒരു അപ്രോച്ച് എന്താണ് ആർമി ഡിസിപ്ലിനോട്? രസമാണ് സംഭവം. അങ്ങനെ ഭയങ്കരമായ ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവർക്ക് അറിയാം, രാവിലെ 5 മണിക്ക് എണീക്കലും രാത്രി ആ ടൈമിൽ കിടന്നുറങ്ങാൻ പോലും. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ അതുണ്ടായിരുന്നു, രാവിലെ 5:30 അവിടെ എണീക്കണം. ബാക്കി അതിനുശേഷം പിന്നെ നമ്മൾ അതിനായിട്ട് പൊരുത്തപ്പെട്ടു പോകും. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത് ഈ AFMC ചെന്നപ്പോൾ ഉപകരിച്ചതെന്നാണ് പറഞ്ഞത്. കുറെ കമ്മുക്കൊക്കെ ദിവസം രാവിലെ വന്നിട്ട് നമ്മൾ 5 മണിക്ക് എണീപ്പിക്കുമായിരുന്നു ഹോസ്റ്റലിൽ. അപ്പോൾ അവിടെ എങ്ങനെയാ വെച്ചാൽ 5:30 സാബ് വന്നിട്ട് എണീപ്പിക്കും ഒരേപോലെ. വാട്ട് അബൌട്ട് ദി ടേൺ ഔട്ട്, അതുപോലെ തന്നെ റൂമിൽ ബെഡ്ഷീറ്റ് വിരിക്കൽ, മറ്റേത് കാര്യങ്ങളൊക്കെ, അത് എത്രമാത്രം യൂണിവേഴ്സിറ്റിൻ്റെ ഹോസ്റ്റലിൽ സഹായിച്ച്? എൻ്റെ റൂമിൽ സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഞാൻ വരുമ്പോഴും യൂണിവേഴ്സിറ്റിത്തെ ബെഡ്ഷീറ്റ് ആയിരുന്നു കിടന്നിരുന്നത് എൻ്റെ ബെഡിൽ. അപ്പോൾ അത് എൻ്റെ ഒപ്പം പഠിക്കുന്നവരൊക്കെ പറയുമായിരുന്നു, ഞാൻ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ ഇടുമ്പോഴും ഇത് യൂണിവേഴ്സിറ്റിത്തെ ബെഡ്ഷീറ്റ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ആ ചിട്ടൊക്കെ അതേമാതിരി തന്നെയാണ്, എടുത്തൊരു കണ്ടിന്യൂഷനൊക്കെ തന്നെയാണ്. ഈ ചിട്ടൊക്കെ അതേമാതിരി തന്നെയാണ്. പിന്നെ പട്ടാള ചിട്ട എന്ന് പറയുന്ന ഭയങ്കര അത്ര വലിയ ഇല്ല, AFMCയിൽ അത്ര ചിട്ടയില്ല. ബിക്കോസ് യു ആർ സ്റ്റുഡൻസ് സ്റ്റഡിങ് ഫോർ മെഡിസിൻ, മെഡിക്കൽ ഡിഗ്രിക്ക് വേണ്ടിയിട്ടാണ്, മെഡിക്കൽ പ്രൊഫഷണൽ ആയതുകൊണ്ട് ഭയങ്കര ചിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒരു കുറച്ചൊരു ഇതുണ്ട്, ഒരു ഡൈല്യൂഷൻ. പക്ഷെ ഭയങ്കര കോളേജും അല്ല, ആ ഇടയിലുള്ളൊരു ഇതാണ്. കോളേജും ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പൂനെ സിറ്റി ആയിട്ട് കണക്റ്റഡ് ആണോ അതല്ല? നമ്മള് എക്സാക്ട്ലി ഓൾമോസ്റ്റ് സെൻറ്ററാണ് പൂനെൻ്റെ. ഇപ്പോൾ എയർപോർട്ടിൽ നിന്നായാലും ഒരു 10 കിലോമീറ്ററിന് ദൂരമേ ഉള്ളൂ, റെയിൽവേ സ്റ്റേഷൻ്റെ 5 കിലോമീറ്റർ, അങ്ങനെ ഓൾമോസ്റ്റ് സിറ്റി, ഹാർട്ട് ഓഫ് ദി സിറ്റി എന്നുള്ള മാതിരിയാണ് അവിടെ പൂനെ. എല്ലാം കുറേ ടൗൺസ്, എല്ലാ മെയിൻ ഏരിയാസ് ഒക്കെ നമുക്ക് പുറത്തിറങ്ങാനും തിരിച്ചു കയറാനും നമുക്ക് ഇൻ ടൈം ഉണ്ട്. ഇപ്പോൾ തിരിച്ച് രാത്രിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരുന്നവർക്ക് 10 മണിക്ക് ഉള്ളിൽ കയറണം. പിന്നെ ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ ബോയ്സിന് ഇൻ ടൈം ഇല്ല ആസ് സച്ച്. ഗേൾസിന് ഇപ്പോൾ 11:30 12 ആ റേഞ്ചിൽ ഹോസ്റ്റലിൽ കയറണം. അപ്പോൾ പുറത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ കോളേജിൻ്റെ ഉള്ളിൽ കയറാൻ 10 മണിയാണ്. അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഉള്ളിലൊരാളുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോന്നിട്ട് നമ്മളെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അവർക്ക് താമസിക്കാൻ ഉള്ളിൽ തന്നെ സൗകര്യങ്ങളുണ്ട്. നമുക്ക് എന്താ പറയുക, വിസിറ്റേഴ്സ് റൂം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബുക്ക് ചെയ്തിടാൻ പറ്റും. നമ്മൾ ഹോസ്റ്റലിൽ തന്നെ അവർക്കായിട്ട് ഗസ്റ്റ് ഹൗസ് പോലെ. ഈ AFMC പാഷനായിട്ട് കൊണ്ടുനടക്കുന്ന ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, AFMC പറഞ്ഞാൽ വളരെ നല്ലതാണ്. ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള സൗകര്യം കിട്ടും. ഫുഡായാലും അക്കോമഡേഷൻ ആയാലും ഫീസ് ആയാലും ഒക്കെ വളരെ റിലയബിളാണ്. പക്ഷേ അതിനോടൊരു പാഷൻ വേണം. ആർമിയോടും പട്ടാളത്തിനോടും ആ ലൈഫിനോടൊക്കെ ഒരു എന്ത് വേണം, പാഷൻ വേണം. എങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നേരിട്ട് ഹരിപ്രസാദിനെ കാണാനും ഹരിപ്രസാദ് പറയുന്നത് കേൾക്കാനൊക്കെ ഉള്ളൊരു അവസരമാണ്. അപ്പോൾ AFMC മനസ്സിൽ ലക്ഷ്യമിടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗോൾഡൻ ആയിട്ടുള്ള അവസരമാണ് ഹരിനെ കാണാനും കേൾക്കാനും ഒക്കെ. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഹരിയോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ യു ക്യാൻ കം. നമുക്ക് ഹരിയായിട്ട് ഒരു എന്താ പറയുക, ഒരു കോള് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതിന് വളരെ പാഷനായിട്ടുള്ള ചില കുട്ടികൾ എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ്, എന്താണ്, ഏതാണെന്നൊക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നീറ്റ് നന്നായിട്ട് സ്കോർ വാങ്ങുക. പക്ഷെ ഭയങ്കര റേഞ്ച് വേണ്ട AFMCക്ക്, ഭയങ്കര റേഞ്ചല്ല ആവശ്യം. നമ്മൾ ആ ഇതിലെത്തും വേണം. പ്ലസ് നമ്മൾ എന്താവണം, നമ്മുടെ ആ ഒരു മെഡിക്കൽ ടെസ്റ്റ് പാസ്സാവണം. അതേപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സാവണം, ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാവണം. ഇതൊക്കെ പാസ്സാവണമെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. അപ്പോൾ ഞാൻ എന്നാൽ തിരിച്ചു പോകണം ഹരി. എനിക്കിപ്പോൾ 7th റിട്ടേൺ ആണ്, അവിടെ 9th റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മാസം ഞാൻ പറഞ്ഞ മാതിരി പ്രാക്ടീസൊക്കെയോ പാസിംഗ് ഔട്ട് പരേഡ്, PT പരേഡൊക്കെയോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് പോസ്റ്റിംഗ് ആയിട്ട് പോകും. അവിടെ നിന്ന് അങ്ങോട്ട് ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇപ്പോൾ ഗ്രാജുവേറ്റ് ആയതിനു ശേഷം നെക്സ്റ്റ് ഇപ്പോൾ PG പ്രിപ്പറേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ PGയുടെ അഡ്മിഷൻ എടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആർമിയിൽ നിന്ന് ലീവ് ആയിട്ടാണോ അല്ലെങ്കിൽ AFMC തന്നെയാണോ PG എടുക്കുക? അവിടുന്ന് അങ്ങോട്ട് യൂഷ്വലി
അവിടുന്നുള്ള ഗ്രാജുവേറ്റ്സ് പ്രിഫർ ചെയ്യുന്ന പാത്ത് എങ്ങനെയാണ്? അവിടെ ഇപ്പോൾ എല്ലാവരും ഇപ്പം ചേരുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ആർമി എന്നൊക്കെ പറഞ്ഞിട്ടാവും ചേരുക. പക്ഷേ ആ ഒരു 4 കൊല്ലം കഴിയുമ്പോൾ ചിലർക്ക് ആ ഒരു താല്പര്യം കുറയും. അപ്പം അതിനൊരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു ബോണ്ട് മണി നമുക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ബാച്ചിൽ വേരി ചെയ്യും. ഞങ്ങളുടെ ബാച്ചിൻ്റെ ടൈമിൽ 30 lakhs ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മിനിമം സർവീസ് 7 years, അല്ലെങ്കിൽ നമുക്ക് ഈ ഇൻ്റെ ഈ ഒരു ടൈം ഇന്നോട് ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് ചോദിക്കും, ജോയിൻ ചെയ്യണോ അല്ലാണ്ട് പോകാനാണോ താല്പര്യം. എനിക്ക് പുറത്ത് പോകാനാണെന്നുണ്ടെങ്കിൽ ആ 30 lakhs അവിടെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒരു കൊല്ലം അവിടെ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ട് പുറത്ത് MBBS ഡിഗ്രി ആയിട്ട് സാധാ ഭാര്യ എല്ലാവരെയും പോലെ ഇറങ്ങാം. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ജോയിൻ ബില്ലിംഗ് ആണെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആ ഫോഴ്സ് ഓലോടുന്ന് നമ്മളെ മാർക്ക് അനുസരിച്ചിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റ് ജോയിനിങ് 7 years. മിനിമം സർവീസ് 7 years. And after only then you can select the PG-ൻ്റെത് 4 years ആണ്. ഞാൻ മിനിമം സർവീസ് 7 years കൊടുക്കണം. നമ്മൾ പട്ടാളത്തിൽ 7 കൊല്ലം സർവീസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ ബോണ്ട് എഴുതിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 1 കൊല്ലം ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ 3 കൊല്ലം വെയിറ്റ് ചെയ്യണം. സർവീസ് നോർമൽ സർവീസ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമുക്ക് PG-ക്ക് അപ്പയർ ചെയ്യാൻ പറ്റും. PG അപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ കോളേജിൽ തന്നെ കുറേ കാറ്റഗറീസ് ആയിട്ട് നമുക്ക് റിസർവേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സർവിങ് സോൾജേഴ്സ് ആകുമ്പോൾ ഫസ്റ്റ് കാറ്റഗറി ആയിട്ട് റിസർവേഷൻ വരും. ദാറ്റ് ഈസ് PG അടക്കമാണോ 7 years, അതോ എക്സ്ക്ലൂഡിങ് PG ആണോ 7 years? PG ചെയ്താൽ ഈ 7 years കുറച്ചും കൂടി ആഡ് ആവും. അപ്പോൾ PG ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 7 years ജസ്റ്റ് കണ്ടിന്യൂ വർക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റും. PG ചെയ്താൽ പിന്നെ ഒരു 7 years ആഡ് ആവും. അഡീഷണൽ 7 years വരും. അപ്പോൾ PG-ക്ക് രണ്ടാമതൊരു PG ചെയ്യുന്ന സ്റ്റുഡൻസിനെ അവർക്ക് രണ്ടാമത്തെ ബോണ്ട് ഉണ്ട്. അവർക്ക് രണ്ടാമത്തെ ബോണ്ട് 14 വർഷം അവിടെ. പിന്നെ അല്ല നമ്മൾ ആദ്യം തന്നെ ഒരു പെർമനന്റ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അപ്പോൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ത്രൂ ഔട്ട് എൻ്റെ റിട്ടയറിങ് ടൈം വരെ ഞാൻ അവിടെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് എഴുതി കൊടുക്കുന്നത് പട്ടാളത്തിൽ. അപ്പോൾ ഇപ്പോൾ ഒരു റൂള് വന്നു, ഈ 7 years എഴുതി കൊടുക്കുന്ന ആൾക്കാർക്ക് PG ചെയ്യാൻ പറ്റില്ല, അവർക്ക് 7 years സർവീസ് കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ അത് റൂൾ ഇനി ചേഞ്ച് ആവുമോ ഇല്ലയോ എന്നറിയില്ല. അത് ഓരോ കൊല്ലം ചേഞ്ച് ആവലുണ്ട്. അപ്പോൾ നമുക്കത് ഷുവർ ആയിട്ടില്ല ഇതുവരെ. എല്ലാവരും കൂടുതൽ ആളുകളും സർവേ ചെയ്ത് മുന്നോട്ട് പോകാറാണോ? അതെ, ഒരു 80-90% അവിടെ സർവീസ് സർവേ ചെയ്യാൻ കയറും. അപ്പോൾ കഴിഞ്ഞ ബാച്ചിൽ ഒരു 150 പേരിൽ 20 പേര് ആ ഒരു റേഞ്ചിലെ ആൾക്കാർ പേ ഔട്ട് ചെയ്ത് ബാക്കി അത്രയും ആൾക്കാർ കയറും. പെർമനന്റ് കമ്മീഷൻ എടുക്കും. SSC PC 7 years അല്ലെങ്കിൽ ത്രൂ ഔട്ട്. അത് ഓരോരുത്തരുടെ നേവിക്ക് 3 സ്ഥലങ്ങളിലാണുള്ളത്. കൊച്ചിയിലുണ്ട് ഒന്ന്, പിന്നെ വിശാഖപട്ടണം, മുംബൈ. അത് ആ ഒരു സെലക്ഷൻ എങ്ങനെ, നേവിയാണോ ആർമിയാണോ? അതിപ്പോൾ നമ്മളുടെ 3rd year 4th year മാർക്ക് കമ്പൈൻ ചെയ്തൊരു ലിസ്റ്റ് അവർ ഇറക്കും. അത് വെച്ചിട്ട് പിന്നെ ഒരു ഗ്രൂപ്പൊക്കെ തിരിച്ചിട്ട് എത്ര വേക്കൻസി ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് പോസ്റ്റ് വരിക. അപ്പോൾ കറക്റ്റ് എണ്ണം നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഇന്റേൺഷിപ്പിനുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ? അല്ല, നമ്മൾ ഇന്റേൺഷിപ്പിന് തന്നെയാണ് നമ്മൾ ഇത് ഒരു ഫോഴ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ത്രൂ ഔട്ട് അതാവും. പിന്നെ ഇടയ്ക്ക് വല്ല വേക്കൻസി ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേവിയിലാണ്, അങ്ങനത്തെ കുറച്ച് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നേവിയിലാണ്, അവർക്ക് ഇപ്പോൾ ആർമിക്ക് മാറണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ല, അത് MBBS കഴിഞ്ഞിട്ടല്ലേ ഈ ഫോഴ്സ് ഏതാ തീരുമാനമാക്കുന്നത് അല്ലേ? ഇന്റേൺഷിപ്പിന് സമയത്തല്ല. ഇന്റേൺഷിപ്പിന് കയറുമ്പോൾ വാട്ട് ഈസ് എ ക്രൈറ്റീരിയ? അത് വേക്കൻസിയാണ് മെയിൻ, പിന്നെ മാർക്കിനനുസരിച്ചിട്ടാണ്. വിച്ച് വൺ ഈസ് ബെറ്റർ? അങ്ങനെ വല്ലതും ഉണ്ടോ? ഐ മീൻ ആർമി, നാവി അല്ലെങ്കിൽ എയർഫോഴ്സ് എന്ന് പറയുന്ന പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ആർമിയിലാണെങ്കിൽ പിന്നെ കുറെ ഫീൽഡ് പോസ്റ്റിങ്ങും അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. അല്ല, അതിനനുസരിച്ച് കിട്ടുമോന്ന് എൻ്റെ ചോദ്യം. നല്ല ആളുകൾ അധികം പ്രിഫർ ചെയ്യുന്ന ഏതാണ്? അതിൽ കൂടുതൽ മാർക്കുള്ളവർക്ക് ഏതാണോ പ്രിഫർ ചെയ്യുന്നത്? അങ്ങനെ വല്ലതും ഉണ്ടോ? ടോപ്പേഴ്സ് ഇപ്പോൾ സാറ് നേരത്തെ ചോദിച്ച മാതിരി ടോപ്പേഴ്സ് കൂടുതലും എയർഫോഴ്സ് ബാംഗ്ലൂരിലാണ് പോവുക. അപ്പോൾ അത് അറിഞ്ഞൂടെ എന്താണ് ടോപ്പേഴ്സ്? അങ്ങനെ എനിക്ക് തോന്നുന്നത് ആകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. 145 ഗ്രാജുവേറ്റ്സ് ആണ്, അല്ലെങ്കിൽ 150 ഗ്രാജുവേറ്റ്സ് ആണ്. ഈ ഫോറിനേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകൂലേ? അവര് വന്നിട്ട് എന്താ പറയാ, ഇപ്പൊ നമ്മളുടെ മുന്നേ അവരുടെ ഇത് ചെയ്യും. അവർ ഓൾറെഡി സർവീസിലായിട്ട് ഇവിടെ വരും. നമ്മളെ POPന്റെ ടൈമിൽ നമ്മളൊപ്പം ഉണ്ടാവും. പിന്നെ അവർക്ക് ചൂസ് ചെയ്യാം എവിടെയാണ് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും 145 സ്റ്റുഡൻസേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് വലിയൊരു പ്രിഫറൻസ് ഉണ്ടായിക്കോളുന്നില്ല. വേക്കൻസിക്ക് അനുസരിച്ച് അവർ കൊടുക്കും. പ്രിഫറൻസുകൾ മേ ബി ട്രൈ ചെയ്യും, പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസ് അങ്ങനെ ഒരു സാധ്യത വലിയൊരു ഉറപ്പൊന്നും ഉണ്ടാവില്ല. നമുക്ക് ആദ്യം തന്നെ നമുക്ക് അറിയില്ല. പിന്നെ നമ്മളുടെ അപ്പോഴത്തെ ഇത് വെച്ചിട്ട് പിന്നെ റാങ്കിൽ എനിക്ക് നല്ല ടോപ്പ് റാങ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം ഇന്ന സാധനം എനിക്ക് വേണം. കാര്യം ആ ഒരു ഇപ്പോൾ 120 പേരാണ് ഇപ്പോൾ കയറുന്നത്, പാസിംഗ് ഔട്ടിന് വരുന്നത്. അപ്പോൾ അവരെ പിന്നെ ഗ്രൂപ്പാക്കിയിട്ട് തിരിച്ചിട്ടുണ്ടാവും. ആ ഓരോ ഗ്രൂപ്പിലും ഇത്ര നേവി, ഇത്ര എയർഫോഴ്സ്, ഇത്ര ആർമി എന്ന് പറഞ്ഞിട്ട്
ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് കൊടുക്കും ടോട്ടൽ വേക്കൻസി സീറ്റ്സിന്. അപ്പോൾ ആദ്യത്തെ ആ 30 പേരിൽ ഇപ്പോൾ 3 പേർക്ക് അല്ല ഒരു 5 പേർക്ക് നേവി കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5 പേർക്കാവും അത് ചൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അവരാണ് ടോപ്പേഴ്സ്. അങ്ങനത്തെ ഒരു ഡിവിഷൻ. അത് കൂടുതൽ ലെക്കാണ്, പിന്നെ മാർക്കിനനുസരിച്ചിട്ടാണ്. AFMC ആക്ച്വലി NIRF റാങ്കിങ്ങിൽ ടോപ്പ് ഇപ്പൊ സെക്കൻഡ് തേർഡ് ആയിട്ടാണ് വരിക. ആക്ച്വലി നീറ്റിന്റെ UG എക്സാം എഴുതുന്നതിൽ ഏറ്റവും ടോപ്പേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ എയിംസ് കഴിഞ്ഞ തൊട്ടടുത്ത് അല്ലെങ്കിൽ ജിപ്മറും എയിംസും കഴിഞ്ഞ തൊട്ടടുത്ത ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന കോളേജ് ആണ് ശരിക്കും AFMC. അങ്ങനെ കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. കാര്യം എല്ലാവർക്കും ഈ ഫോഴ്സിനോട് താല്പര്യം ഉണ്ടായി. പാഷൻ ഒരു പ്രധാനപ്പെട്ട ബോണ്ട് ഉള്ളത് പാഷൻ, പിന്നെ ബോണ്ട് ഉണ്ട്. അക്കാഡമിക്സ് മാത്രം നോക്കി വരുന്നവരാണെങ്കിൽ അങ്ങനെ വരുന്ന ചിലവരുണ്ട്. ആദ്യം തന്നെ ഓക്കെ ജസ്റ്റ് MBBS. മാത്രമല്ല ഈ 5 വർഷം അതേ ആ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോകണം. സാധാരണ മെഡിക്കൽ സ്റ്റുഡൻസിന് ഡിസിപ്ലിനേ അല്ല. അതിപ്പോൾ ഹരിനെ കണ്ടാൽ മനസ്സിലാവൂലേ. ആൻഡ് ഈസ് മെഡിക്കൽ ഈസ് ഫിറ്റ് ആൻഡ് ഈസ് ഡിസിപ്ലിൻ ആൻഡ് മോർ ഓവർ ദർ ഈസ് എ സെയിങ് ദാറ്റ് OLQ ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് അല്ലേ. അത് വളരെ പ്രധാനമാണ്. എല്ലാ ഫോഴ്സിലും ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ടേൺ ഔട്ട്, ഡ്രസ്സിങ്, എവറിത്തിങ്. ഈവൻ ഇവർക്ക് മെസ്സിൽ അതിൻ്റേതായ ഒരു എത്തിക്കറ്റ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ക്ലാസ് റൂമിൽ, പുറത്ത്, അതേപോലെ തന്നെ എല്ലാറ്റിനും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഭക്ഷണം നമ്മൾ സാധാരണ വീട്ടിൽ കഴിക്കണ മാതിരി കൈകൊണ്ടല്ല കഴിക്കുക. അവരത് ഫോർക്കും സ്പൂണും ഉപയോഗിച്ചാണ് കഴിക്കുക. അപ്പോൾ എല്ലാറ്റിലും ഡിസിപ്ലിൻഡ് ആയിട്ടാണ് പോവുക. അപ്പോൾ അതും കൂടി ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് ഉണ്ടെങ്കിൽ മാത്രമേ AFMC പ്രിഫർ ചെയ്യാവൂ. അക്കാഡമിക്കലി മറ്റു കോളേജസിനേക്കാളും ബെറ്റർ ആയിട്ട് അങ്ങനെ ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കുറച്ച് പേരുണ്ട് അങ്ങനെ. ഇപ്പോൾ എൻ്റെ ഒപ്പം തന്നെ ചിലവർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അവർക്ക് പുറത്ത് പോയിട്ട് PG ചെയ്തിട്ട് അങ്ങനെ പുറത്ത് പോകാനൊക്കെ താല്പര്യം. നമ്മളെ കോളേജിൻ്റെ ആ ഒരു പേരുണ്ട്. ഇപ്പോൾ പുറത്തേക്കൊക്കെ അപേക്ഷിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർ അക്കാഡമിക്സ് കഴിഞ്ഞതിന് ശേഷം ബോണ്ട് പണി കൊടുത്ത് അവരിറങ്ങും. എക്സ്പെൻസ് എങ്ങനെയാണ് അവിടെ? അക്കാഡമിക് ഫീസ്, ഹോസ്റ്റൽ ഫീസ്? നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആകെ ടേം ഫീസായിട്ട് ഒരു 3000-4000 ആ ഒരു 6 മാസം 7 മാസം കൂടുമ്പോഴേ. ഓക്കെ. അപ്പോൾ എൻ്റയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് നമ്മൾ ഫീസ് ആയിട്ട് എത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും? ആക്ച്വലി വളരെ ചീപ്പാണ്, വളരെ എക്സ്പെൻസ് കുറവാണ് AFMC എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ. മെസ് ഫീസ് ഒരു 2000-ന്റെ അടിയിലാണ് വരിക പെർ മന്ത്. പിന്നെ ടേം ഫീസ് ആയിട്ട് പിന്നെ ഈ നമ്മൾ ഓരോ കൊല്ലത്തുള്ള എക്സാം ഫീസ് മാത്രം. പിന്നെ ടേം ഫീസ് 4000-ന്റെ അടിയിലേ വരുള്ളൂ. അപ്പോൾ ഒരു കൊല്ലം മാക്സിമം ചിലവ് വരിക 2 ടേമിൻ്റെ ഫീസും പിന്നെ മെസ് ഫീസും 25-ന്റെ അടുത്ത് മെസ് ഫീസ് അടക്കമുള്ള ഫീസാണ്. മെസ്സിലെ ഫുഡൊക്കെ അടിപൊളി ക്വാളിറ്റിയാണ്, അടിപൊളി ഡിഫറെൻ്റ് ആണ്. നമ്മളെ ലൈക്ക് ഇന്ത്യൻ പല കുസീൻസും വരുമോ? എല്ലാം ഉണ്ട്. ഇപ്പോൾ ഫുൾ മെനു പറഞ്ഞാൽ ഭയങ്കര ബോറാവും. ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്ന സാധനം നമ്മൾ ഇതുവരെ കഴിക്കാത്ത സാധനം അവിടെ ചെന്ന് കഴിച്ചിട്ടാ. ഇപ്പോൾ മൺഡേ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എല്ലാ പ്രാവശ്യവും ഇതാണ് ചോലാബത്തൂരിയാണ് രാത്രി ഡിന്നർ. പിന്നെ സൺഡേസിൽ എല്ലാ രാത്രിയും ബിരിയാണി, അവിടുത്തെ സ്റ്റൈൽ ബിരിയാണിയാണ്. പിന്നെ സൺഡേസ് ഉച്ചയ്ക്ക് പൂരിയും കടലക്കറിയൊക്കെയാണ്. പിന്നെ ആഴ്ചയിൽ 3-4 ദിവസം ചിക്കൻ ഉണ്ടാവും. പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇത് വരും, എന്താ പറയുക, മട്ടൺ വരും, പിന്നെ പോർക്ക് വരും. ആ പറഞ്ഞ മെനുവിനാണ് ആക്ച്വലി ഈ പറയുന്ന 2000 പെർ മന്ത് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ പേ ചെയ്യുന്ന ഇതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് അല്ല നമുക്ക് അവിടെ ഉള്ളത്. ബാക്കിയുള്ള എക്സ്പെൻസസ് ഗവൺമെന്റ് അല്ലെങ്കിൽ ആർമി എടുക്കുന്നു എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. പിന്നെ അത്രയും നല്ല ഫെസിലിറ്റീസ് വളരെ കുറഞ്ഞ ഫീസിലാണ്. രാവിലെ എന്നും ബ്രെഡും മുട്ടയാണ് ഉണ്ടാവുക, ഒരു ടോസ്റ്റും പിന്നെ ഒരു ഡബിൾ ഓംലെറ്റും പിന്നെ ബോയിൽഡ് എഗ്സ് 2 എണ്ണം. അതൊരു പ്രോട്ടീൻ റിച്ച് ഫുഡ്. MBBS പഠിക്കാൻ ഇന്ത്യയിൽ ഈ എയിംസ് അതേപോലെ തന്നെ ജിപ്മർ അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കാവുന്ന ഒരു അടിപൊളി സ്ഥാപനമാണ് ഈ പറഞ്ഞ AFMC. ഒരു സംശയവുമില്ല. പ്ലസ് അവിടെ പാഷൻ ഉണ്ടെങ്കിൽ അതവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത അല്ലേ. അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റൂല. അവിടെ മെയിൻ ഇതാണ്. ഒന്ന് ഒരു ഓൾ ഇന്ത്യ ലെവലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ എൻ്റെ തന്നെ റൂംമേറ്റ് എന്ന് പറഞ്ഞത് ബീഹാറി ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്ലോറിൽ തന്നെ ഓൾമോസ്റ്റ് കുറേ സ്റ്റേറ്റത്തുള്ള ആൾക്കാരുണ്ട്. ഒരു കൾച്ചറൽ ആ ഒരു ഡൈവേഴ്സിറ്റി ഉണ്ടാവും. പിന്നെ നമ്മളുടെ ബന്ധങ്ങൾ അത്രയും വൈഡായി പോകും. സീനിയർ ജൂനിയർ ഭയങ്കര ആ ഒരു റിലേഷൻ അവിടെ ഭയങ്കര കാര്യമാണ്. ഒരു കാര്യം നമ്മൾ ഇവിടുന്ന് പാസ് ഔട്ടായി പോയാലും ഇതേ സീനിയേഴ്സും ജൂനിയേഴ്സും നമ്മൾ ത്രൂ ഔട്ട് ലൈഫ് ഒപ്പം ഉണ്ടാകും.
അപ്പോൾ അതൊരു ഫാമിലി പോലെയാണ് എല്ലാവരും. എന്തൊരാവശ്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് വിളിക്കാൻ പറ്റും. പിന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അക്കാഡമിക്സിന് പുറമെ. ഇപ്പോൾ നമുക്ക് ഞാൻ എയിംസ് ഡൽഹിയിൽ ഫെസ്റ്റിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഈ മൂഡ് ഇൻഡിഗോ എന്ന് പറഞ്ഞിട്ട് IIT ബോംബെൻ്റെ അങ്ങനെ കുറേ ഫെസ്റ്റിന് പോകാൻ പറ്റും. ജിപ്മറിലെ ഫെസ്റ്റിൽ പോകുന്നുണ്ട്, സ്പന്ദന് പോകുന്നുണ്ട് അവിടുന്ന്. അപ്പോൾ എല്ലാ കൊല്ലവും അവിടുന്ന്, അതും കോളേജിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് പോവുക. അതായത് അങ്ങനത്തെ കൾച്ചറൽ ആക്ടിവിറ്റീസും അങ്ങനത്തെ ഫെസിലിറ്റീസ്, എക്സ്ട്രാ കരിക്കുലർ സ്പോർട്സ്, എല്ലാ ആക്ടിവിറ്റീസും അതിനുള്ള ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതും നല്ല, ഇപ്പോൾ പൊക്കി പറയലൊരു ലൈക്ക് നല്ല ലെവലുള്ള എല്ലാ ഫെസിലിറ്റീസും അത്രയും ലെവലിലുള്ള ഇതാണ് ഉണ്ടാവുക. ഇപ്പോൾ ഞാനവിടെ ഒരു മ്യൂസിക് ക്ലബിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്ട്രുമെൻസും തന്നെ എല്ലാം അത്രയും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഹൈ എൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസ്. അത് കോളേജിൽ നിന്ന് നമ്മൾ ഫണ്ട് തരുന്ന വാങ്ങുന്നതാണ്. നമുക്ക് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ ഒരു എന്താ പറയുക ലിസ്റ്റ് ഇറക്കും. ഓക്കെ, ഇന്ന സാധനങ്ങൾ അലവ് ചെയ്തു. അപ്പോൾ അത് അവർ തന്നെ പൈസ എടുത്തിട്ട് സാധനം വാങ്ങി തരും. നമ്മൾ ആ പുട്ടപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സാധനം കിട്ടും. അപ്പോൾ അവിടെ ഇപ്പോൾ ക്ലബിൻ്റെ എല്ലാം ക്ലബ്ബായിട്ടാണ്, സൊസൈറ്റീസ് ആയിട്ടാണ് പറയും. അപ്പോൾ അവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് മ്യൂസിമാറ്റിക്സിൻ്റെ ഉണ്ട്, പിന്നെ ഡാൻസിൻ്റെ ഉണ്ട്, പിന്നെ ഡ്രാമേൻ്റെ ഉണ്ട്. ഇപ്പോൾ ഡ്രാമ അതിലെല്ലാം വരും. സ്ട്രീറ്റ് പ്ലേ, മറ്റേ മൈം, എല്ലാ കാര്യങ്ങളും അതിൽ വരും. പിന്നെ ഇപ്പോൾ സയൻറ്റിഫിക് സൊസൈറ്റീസ് ഉണ്ട്, ഡിബേറ്റിംഗ് ആൻഡ് ക്യൂസിങ് ഉണ്ട്. ഇവരൊക്കെ ഈ നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിൽ. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് അമേരിക്കയിൽ പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ പോയിരുന്നു. അവൻ ഈ സയൻറ്റിഫിക് സൊസൈറ്റിയിലെ ഒരു അംഗമാണ്. അവൻ മലയാളിയാണ്, തൃശ്ശൂരത്ത് ഒരുത്തനായിരുന്നു. അപ്പോൾ അവനൊക്കെ അങ്ങനെ അമേരിക്കയിലൊക്കെ പോയി വന്നിരുന്നു. പിന്നെ സ്പോർട്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ അവിടുത്തെ ഒരു മെയിൻ ഇതാണ്. പിന്നെ വോളിബോൾ ഉണ്ട്, ഹോക്കി ഉണ്ട്, സ്വിമ്മിങ് ഉണ്ട്, അക്വാറ്റിക്സിൻ്റെ ഒരു ക്ലബ് തന്നെ ഉണ്ട്. പിന്നെ മാരത്തോണിൻ്റെ ക്ലബ്ബുണ്ട്, സൈക്ലിങ്ങിൻ്റെ ക്ലബ്ബുണ്ട്. അതിന് എനിക്കിപ്പോൾ പറഞ്ഞിട്ട് തീരുന്നില്ല, കുറേ ഉണ്ട് അവിടെ. അതായത് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന പിയേഴ്സ് ഓൾ ഓവർ ഇന്ത്യ സ്പ്രെഡ് ചെയ്തിട്ടുള്ള പിയേഴ്സ് ആവും. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അത്രയും പ്രീമിയർ ആയതുകൊണ്ട്, ഇപ്പോൾ AFMC അല്ലെങ്കിൽ IITs അല്ലെങ്കിൽ എയിംസ്, ജിപ്മർ എന്ന് പറയുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാകുമ്പോൾ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നതും നമുക്ക് കിട്ടുന്ന എക്സ്പോഷറും നമ്മളെ നാട്ടിലുള്ള ഒരു കോളേജിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അക്കാഡമിക്സിൻ്റെ കാര്യത്തിലും ആ വ്യത്യാസം ഉണ്ടാവും. ഇൻഫ്രാസ്ട്രക്ചറും ടോപ്പായിരിക്കും, എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും. അപ്പോൾ ഒന്നിലൊരു കുറവുണ്ടാവില്ല. AFMC താല്പര്യമുള്ളവരൊക്കെ ഹരിനെ പോലെ അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. അപ്പം എന്താ ഹരി നമ്മളെ കുട്ടികളോട് പറയാനുള്ള ഒരു അഡ്വൈസ്? പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഓർമ്മ ഉണ്ട് എന്തൊക്കെ ചെയ്തിരുന്നത്? സാറ് പറയുന്നതന്നെ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളൂ. ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് സാറിനെ കാണാൻ പോയിരുന്നു. ഇങ്ങനെ എനിക്ക് വല്ലാണ്ട് ടെൻഷൻ കയറുമ്പോഴൊക്കെ ഞാൻ ഇവിടെ ആൽഫയിലാണ് നിന്നിരുന്നത്. അപ്പോൾ ഞാൻ വൈകുന്നേരം ലൈബ്രറിയിൽ ഇരിക്കുമായിരുന്നു. എന്നിട്ട് വൈകുന്നേരം സാറിൻ്റെ കാറ് വരുന്ന കാത്ത് നിന്നിട്ട് സാറിനെ പോയി കാണുമായിരുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരി മറ്റേ മോട്ടിവേറ്റഡ് ഓൺ എന്നൊക്കെ പറഞ്ഞ് സാറ് എഴുതി തരുമായിരുന്നു സ്ലിപ്പൊക്കെ. അപ്പോൾ ഞാനൊക്കെ സാറ് പറയുന്നത് തന്നെ ഫോളോ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ ടെസ്റ്റ് സീരീസ് നല്ലോണം ഫോളോ ചെയ്യുക. യൂണിറ്റ് ടെസ്റ്റ് ആയാലും ഗ്രാൻഡ് ടെസ്റ്റ് ആയാലും അതിൻ്റെ ത്രൂ ഔട്ട് ആ ഒരു ഇതിൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ ഇവിടുത്തെ സാറന്മാരും തന്നെ എല്ലാ സാറന്മാരും അത്രയും അടിപൊളിയാണ്. ഇത്രയും എന്താ പറയുക കമ്പനി ആയിട്ടുള്ള സാറന്മാർ എനിക്കറിയില്ല പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ, പൊക്കി പറയില്ല. എന്നാൽ അത്രയും കമ്പനി ആയിരുന്നു. എനിക്കൊക്കെ ഏത് സാറിനോടും പോയിട്ട് എന്ത് ഡൗട്ട് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാനുള്ള ഇതുണ്ടായിരുന്നു, അവസരം ഉണ്ടായിരുന്നു. പിന്നെ ടെസ്റ്റ് സീരീസ് നല്ല ക്വാളിറ്റി ഉള്ള ടെസ്റ്റ് സീരീസ് തന്നെയാണ് യൂണിവേഴ്സലിൻ്റെ. അപ്പോൾ ഞാനൊക്കെ അതൊക്കെ തന്നെ ഫോളോ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ വേറെ പുറത്തുള്ള അലൻ ടെസ്റ്റോ അങ്ങനത്തെ ഒരു ടെസ്റ്റൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ യൂണിവേഴ്സലിൻ്റെ ടെസ്റ്റ് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. യൂണിവേഴ്സലിൻ്റെ മെറ്റീരിയൽസിനെ ഞാനും ഫോളോ ചെയ്തിരുന്നു. പിന്നെ ഓൾ ദ ബെസ്റ്റ്. എല്ലാ എക്സാംസും എഴുതുക. സാറ് പറയുന്ന പോലെ തന്നെ വെറും നീറ്റ് മാത്രമായിട്ട് ഇരിക്കരുത്, അല്ലെങ്കിൽ JEE മാത്രമായിട്ട് ഇരിക്കരുത്. ബാക്കി ഇപ്പോൾ മെഡിസിനുകാരാണെങ്കിൽ എഞ്ചിനീയറിങ്ങിൻ്റെ സാധനം എഴുതുക. പിന്നെ ഐസറും നൈസറും അങ്ങനത്തെ പറ്റുന്ന എല്ലാ എക്സാംസും എഴുതുക. നമുക്ക് അറിയില്ല ഏതാ കിട്ടുക എന്നുള്ളത്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഭാഗ്യക്കേട് കൊണ്ട് ഒരു എക്സാമിന് അന്ന് എഴുതാൻ പറ്റിയില്ല. അപ്പോൾ ഒരു കൊല്ലം വേസ്റ്റ് ആവുന്നത് നല്ലത്. നമുക്ക് ബാക്കിയുള്ള എല്ലാം കുറേ ഓപ്ഷൻസ് ഉണ്ടാക്കി വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ പറയുകയാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യാനുള്ള വർക്ക് ചെയ്യുക. ദിവസവും കുറച്ചെങ്കിലും ടോപ്പിക്സ് തീർക്കുക. ക്വസ്റ്റ്യൻസ് നല്ലോണം കവർ ചെയ്യുക. പിന്നെ പറ്റുന്ന അത്രയും തവണ റിവൈസ് ചെയ്യുക. പഠിക്കുന്നതിനേക്കാളും റിവിഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ പഠിക്കുന്ന ടൈമിൽ ഒരു നോട്ട്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ്സിലെടുക്കുമ്പോഴുള്ള നോട്ട്സൊക്കെ പറ്റുന്ന അത്രയും ടൈംസ് റിവൈസ് ചെയ്യുക. പിന്നെ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ടെസ്റ്റ് സീരീസ് മിസ് ചെയ്യാതിരിക്കുക. അതൊക്കെ തന്നെയുള്ളൂ. ബാക്കി ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു ഇതാവട്ടെ. ഹരിനെ സംബന്ധിച്ചിടത്തോളം ഹരിയുടെ ബാച്ചിൽ ഹരിനേക്കാളും മാർക്കുള്ള ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അവരാരും AFMC പ്രിഫർ ചെയ്തിട്ടില്ല. പക്ഷെ ഹരിക്ക് അന്ന് AFMCനോട് വല്ലാത്തൊരു ഭ്രമം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഹരി അവിടെ എത്തുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ,
ഹരി യൂണിവേഴ്സലിലെത്തിയത് ഹരിയുടെ ചേട്ടൻ ഇവിടെ പഠിച്ചുകൊണ്ടാണ്, വിഷ്ണുപ്രസാദ്. വിഷ്ണു ഇവിടെ പബ്ലിക് സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് നേരെ എന്താ പറയുക MBBS കിട്ടി, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി. വിഷ്ണു അതേ പാത പിന്തുടർന്നാണ് ഇവിടെ എത്തിയത്, വേറെ എവിടെയും പോയിട്ടില്ല. യൂണിവേഴ്സലിൽ നിന്ന് +1 +2 കഴിഞ്ഞ് എൻട്രൻസ് എഴുതി AFMC കിട്ടി പോയതാണ്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് കൃത്യമായ പഠനവും അതിനോടുള്ള ഒരു ഇഷ്ടവും. ആംഡ് ഫോഴ്സസ് നിങ്ങളെ ഒരു ഒബ്ജക്റ്റീവാണ് എങ്കിൽ അത് വെദർ ഇറ്റ് ഈസ് ആർമി, നേവി, എയർഫോഴ്സ്, വാട്ട് ഇറ്റ് മേ ബി, അതേപോലെ തന്നെ പോലീസ് ഫോഴ്സ്, ഇതൊക്കെ ഇഷ്ടമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റാണ് AFMC. ഇനി AFMC എടുത്തിട്ട് അവിടെ നിർത്തും വേണ്ട, നിങ്ങൾക്ക് സിവിൽ സർവീസൊക്കെ നോക്കാം, അതിൻ്റെ അപ്പുറത്തേക്ക് പോവാം. അതിനൊക്കെ പറ്റിയൊരു കോഴ്സാണ് AFMCയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുകൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.